ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണി വന്നിട്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒന്നാമത്തെ ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. എന്നിട്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തേർഡ് ഡേ എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് പള്ളിയിൽ പോവുക. പള്ളിയിൽ പോയിട്ട് നേരെ നമ്മൾ പഴനിയിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത്. വേളാങ്കണ്ണിയിൽ ഇനി കറക്കങ്ങളൊന്നും ഇല്ല. പള്ളിയിൽ പോയി കുർബാന കൂടുക, അതും കഴിഞ്ഞ് തിരിച്ച് വന്ന് വണ്ടിയിൽ കയറുക, പോവുക. അപ്പോൾ ഞാൻ എണീറ്റ് റെഡിയായി, പിന്നെ ബാഗും സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം നമുക്ക് 10 മണിക്ക് റൂംസ് എല്ലാം വെക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പള്ളിയിലായിരിക്കും, അതുകൊണ്ട് തന്നെ ബസ്സിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്തു, റെഡിയായി. അങ്ങനെ ഇറങ്ങാനായിട്ട് തയ്യാറെടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. സമയം പോകുമെന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് ലാസ്റ്റ് കുറേ സമയം ലാഭിഷായി കിട്ടി. താഴെ ബസ് വന്നാലല്ലേ ബാഗുകളെല്ലാം അവിടെ കൊണ്ട് വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഇനി എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ അമ്മ നടന്നിട്ട്. അതും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ചിരട്ടപ്പുട്ടും കടലക്കറിയും ആയിരുന്നു കേട്ടോ. പിന്നെ ചായ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ്. ഇന്നലെയൊക്കെ നമ്മൾ കുർബാന കാണാൻ പോയി അതേ സെയിം പള്ളിയിലോട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ റൂമിന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല കേട്ടോ അങ്ങോട്ട് നടക്കാനായിട്ട്. അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ പള്ളിയും റൂമായിട്ട്. അപ്പോൾ ഇതാ പള്ളിയിലെത്തി. ഈ പള്ളിയിൽ തന്നെയാണ് ഇന്നലെ നമ്മൾ കുർബാന കാണാൻ വന്നത്. ഇവിടെ തന്നെയാണ് എല്ലാ കുർബാനകളും നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സമയത്തും ഓരോ ഭാഷകളായിട്ടുള്ള കുർബാനയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത് മലയാളം കുർബാനയാണ്. 9 മണിക്കാണ് ആ കുർബാന. അപ്പോൾ അതിനാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. പള്ളിയുടെ ഉൾവശമാണ് കേട്ടോ ഇത്. നല്ല വലിയ പള്ളിയാണ്. അപ്പോൾ മലയാളം കുർബാനയ്ക്കുള്ള ആളുകളാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്, കുർബാനയൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാതാവിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ ഇഷ്ടം പോലെയുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. മലയാളം കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. എന്താ കണ്ടോ, ഇത്രയധികം ജനങ്ങളായിരുന്നു ആ പള്ളിയിലുണ്ടായിരുന്നത്. അങ്ങനെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് അതിന് നമ്മൾ നേരെ ബസ് കിടക്കുന്ന അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത്, അതായത് റൂമിൻ്റെ അങ്ങോട്ട്. ഇന്നലെ നല്ല മഴയായിരുന്നെങ്കിൽ ഇന്ന് നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ. കണ്ണ് തുറക്കാൻ പറ്റില്ലായിരുന്നു, അത്ര നല്ല വെയിലായിരുന്നു ഉണ്ടായിരുന്നത്. വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നവരെ കണ്ടിട്ട് കണ്ണടിച്ച് പോവായിരുന്നു. അത്ര ഭയങ്കര ചൂടുള്ള ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഇന്നലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മഴ കൊണ്ട് വയ്യായിരുന്നു. ഇന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വെയിൽ കൊണ്ട് വയ്യ. ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇനി പർച്ചേസിങ്ങോ എന്തെങ്കിലും മേടിക്കാനോ ഒന്നുമില്ല. അതൊക്കെ എല്ലാം ഇന്നലെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പഴനിയിലോട്ടാണ് പോകുന്നത്. തമിഴ്നാട്ടിലോട്ട് പോയാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള കുറേ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളും കുറേ പച്ചപ്പും കൃഷികളും അങ്ങനെ എല്ലാം കാണാൻ പറ്റും കേട്ടോ. നല്ല രസമായിരിക്കും അത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി ഭക്ഷണം കഴിക്കാനായിട്ട്. ചോറും ചിക്കൻ കറിയും പിന്നെന്താ ക്യാബേജും അച്ചാറും അതായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ കയറി പോവാണ്. അപ്പോൾ വേളാങ്കണ്ണിയിൽ നിന്ന് പഴനിയിലോട്ട് 5 മണിക്കൂർ 21 മിനിറ്റുമാണ് കേട്ടോ ഉള്ളത്. അതായത് 307 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ബേക്കറിയിൽ നിർത്തി ചായ കുടിക്കാനായിട്ട്. അപ്പം ഞാനും അമ്മയും ഇതുപോലെ ഒരു കേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ മഞ്ച് മേടിച്ചു. ഞാൻ മഞ്ചിൻ്റെ ഫാനാണ്. പിന്നെ ഒരു ഫ്രൂട്ടി, ചായ മേടിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഫ്രൂട്ടിയാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. ചേട്ടനും ഇതുപോലെ ഒരു കേക്കാണ് വാങ്ങിക്കഴിച്ചത്. പിന്നെ അപ്പയും ബ്രദറും ഒക്കെ ചായ കുടിച്ചു. ഇവിടെ നിന്നുകൊണ്ട് മലകളും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഇനി അധികം ദൂരമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എത്തുമെന്നാണ് കേട്ടോ കരുതിയിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു 5 മണി 5:30 ആ ഒരു സമയത്തൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് ഫുൾ ഇതുപോലെ മലകളും കുറച്ച് തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഈ പച്ചപ്പിലൂടെ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ.
എനിക്കിങ്ങനെ ഈ സൺസെറ്റൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടലിൻ്റെയും കായലിൻ്റെയും ഇതുപോലെ കുറേ പച്ചപ്പിൻ്റെ നടുക്കൂടെ ഇങ്ങനെ സൺസെറ്റ് നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ കാണാൻ. ഈ ഒരു സമയത്ത് നല്ല നല്ല മലയാളം പാട്ടുകൾ കുറച്ച് പഴയത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഒരു സൺസെറ്റും ആ ഒരു പാട്ടിങ്ങനെ കേട്ടിരിക്കാനും. വിൻഡോ സീറ്റും ആഹാ അന്തസ്. പിന്നെ ഇതാ ചേട്ടനെ ദേഷ്യം കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. മുടി അഴിച്ചിട്ടിട്ട് ഞാൻ കാറ്റിലൂടെ പറപ്പിച്ച് ചേട്ടൻ്റെ മുഖത്തോട്ട് വിടുക. ചേട്ടൻ അവസാനം മുടി കുടിച്ചൊരു വലിച്ച് ഞാൻ അതോടുകൂടി മുടി കെട്ടി വെച്ചു. പിന്നെ ഞങ്ങളൊരു 7 മണിയൊക്കെ എപ്പോഴത്തേക്കും പഴനി എത്തി. പിന്നെ ഫുള്ള് പർച്ചേസായിരുന്നു. ഇതാ നോക്കേ, ഇവിടെ കയറി എന്തെങ്കിലും എടുക്കാതിരിക്കാൻ തോന്നുന്നു. കമ്മലിനോട് കുറച്ച് ക്രേസ് ഉള്ളതുകൊണ്ട് ഞാൻ കമ്മലിൻ്റെ ആ ഭാഗത്ത് തന്നെയായിരുന്നു കേട്ടോ ചുറ്റിപ്പറ്റി നിപ്പും. കുറച്ച് കമ്മലൊക്കെ എടുത്ത് പിന്നെ അങ്ങോട്ട് വാരി. മലയൊന്നും ഞങ്ങൾ കയറിയില്ല. പിന്നെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചോറുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തിയും പരിപ്പ് കറിയാണ് കേട്ടോ കഴിച്ചത്. അതൊക്കെ കഴിച്ച് പിന്നെ ബസ്സിൽ പോയി കിടന്നങ്ങോട്ട് ഉറങ്ങി. വെളുപ്പിന് 4:30 ആയപ്പോഴത്തേക്കും വീടെത്തി കേട്ടോ. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റ ബൈ, സീ യു.